Good morning, all. മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ എല്ലാം? ഡിസ്പോസൽ ആൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡുകള്. പിന്നെ മിസ് കാറ്റഗറി സ്റ്റാർട്ട് ചെയ്തു അല്ലെ? 4 എണ്ണം വരെയും കാറ്റഗറി 4 വരെയും പറഞ്ഞു. ഓക്കെ ആണോ? നല്ല ചാപ്റ്റർ ആണ് അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലേ? ആണോ? നല്ല ചാപ്റ്റർ ആണോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ അല്ലേ? എന്തുപറ്റി? 19 പേരായിട്ടുള്ളല്ലോ, 18 പേരായിട്ടുള്ളൂ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ മിസ്? ക്ലാസ് ഓക്കെ. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ് അല്ലെ? ഹ്യൂമന്റെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റുകൾ. അതിൽ ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, പാർട്സുകൾ, ബോഡി പാർട്സുകൾ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇത് ഡിസ്പോസിങ് ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ ഇൻസിനറേഷൻ അല്ലെ? എന്താണ്, കത്തിച്ച് കളയുന്നു, അതല്ലെങ്കിൽ വലിയ കുഴികൾ കുത്തിയിട്ട് അടക്കം ചെയ്യുന്നു അല്ലെ? ബുറിയൽ. നെക്സ്റ്റ് കാറ്റഗറി 2 പറയുന്നത് അനിമൽ വേസ്റ്റ് അല്ലെ? ആനിമൽസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് റിസർച്ച് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന വേസ്റ്റുകൾ. ഇതും യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതിന്റെ ഡിസ്പോസൽ മെത്തേഡുകൾ ഏതാണ്? ഇൻസിനറേഷൻ ഓർ ബുറിയൽ അല്ലെ? നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 3. കാറ്റഗറി നമ്പർ 3 ലാബ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ? ലാബിലെ കൾച്ചേഴ്സിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് ലൈവ് മൈക്രോ ഓർഗാനിസംസ് ഉൾക്കൊള്ളുന്ന ബ്ലഡുകള്, നമ്മുടെ ബോഡി സാമ്പിളുകൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ലബോറട്ടറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 3 ഉൾക്കൊള്ളുന്നത്. ഇത് നമ്മൾ 2 കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. യെല്ലോ ആൻഡ് റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗ് അല്ലെ? ഇത് എന്തൊക്കെ പ്രക്രിയയിലൂടെയാണ്, എന്തൊക്കെ പ്രോസസ്സുകളിലൂടെയാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്യുന്നത്? ഓട്ടോക്ലേവിങ്, മൈക്രോവേവിങ് ആൻഡ് ഇൻസിനറേഷൻ അല്ലെ? നെക്സ്റ്റ് കാറ്റഗറി 4. കാറ്റഗറി 4 ഷാർപ്പ് വേസ്റ്റുകളാണ് അല്ലെ? നീഡിൽസ്, സർജിക്കൽ നൈഫ്, ബ്ലേഡ്സുകൾ അല്ലെ? പിന്നെ എന്താണ്, ഗ്ലാസ്. പിന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ലാബിലൊക്കെ ഒരുപാട് ഗ്ലാസ് കൊണ്ടുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ? ബീക്കേഴ്സ്, ടെസ്റ്റ് ട്യൂബുകൾ ഒക്കെ ഇല്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റ് ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള വേസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 4 ഉൾക്കൊള്ളുന്നത്. ഇത് എന്തൊക്കെ കളർ ബാഗിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? ബ്ലൂ ഓർ വൈറ്റ്
പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ്ലസന്റ് പങ്ക്ചർ പ്രൂഫ് ആണ് കേട്ടോ, കീറാത്ത, അതായത് അത് കീറി പോകാത്ത തരത്തിലുള്ള പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് ഈ വേസ്റ്റ് ഷാർപ്പ് സൂക്ഷിക്കുന്നത്. ഇതെന്താണ്, നമ്മ പല പ്രോസസ്സുകളിലൂടെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നു അല്ലെ. കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ, ഓട്ടോക്ലേവിംഗിലൂടെ, മൈക്രോവേവിലൂടെ, കൂടാതെ ഇത് നമ്മ എന്താണ് പല ഭാഗങ്ങളായി തിരിച്ചിട്ടില്ലേ മൾട്ടിലേഷൻ ഓഫ് ഷ്രെഡിംഗ് പ്രക്രിയ ചെയ്യുന്നു. ഓക്കെ ആണോ? കാറ്റഗറി 4 വരെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 5. കാറ്റഗറി നമ്പർ 5 നമ്മുടെ ഫാർമസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റുകളാണ് ഉൾക്കൊള്ളുന്നത്. ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് അല്ലെ. മിസ് പറഞ്ഞോ, ഡിസ്കാർഡഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളൊക്കെ ഇല്ലേ, എക്സ്പയറി ഡ്രഗ്സുകള്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളൊക്കെ, വിപണിയിൽ നിരോധിച്ച മരുന്നുകളൊക്കെ, അതൊക്കെയാണ് വേസ്റ്റ്. മേക്കപ്പ് വേസ്റ്റഡ് എന്താണ്, നമുക്ക് ലബോറട്ടറിയിൽ ഫാർമസിയിൽ വരുന്ന വേസ്റ്റുകൾ എന്താണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, എന്താണ് വേസ്റ്റ് കണ്ടാമിനേറ്റഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് മെഡിസിൻ അല്ലെ, മലിനമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിനുകൾ. നമുക്കറിയാം എന്താണ്, നമുക്ക് ഈ റാറ്റ്സ്, ഈ സെത്തൊക്കെ നശിപ്പിച്ച് കളഞ്ഞ മരുന്നുകൾ പിന്നെ യൂസ് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, വേസ്റ്റ് ആയി പോവാണ് അല്ലെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ വേസ്റ്റ് ആവുന്നുണ്ട്. വിപണിയിൽ ഏതെങ്കിലും മരുന്നുകൾ നിരോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മ എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ അല്ലെ, ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത മരുന്നുകൾ പിന്നെ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. സപ്ലൈ ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻ ഒക്കെയാണ് എന്തിൽ വരുന്നത്, കാറ്റഗറി നമ്പർ 5 വരുന്നത്. ഇത് എന്ത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മ ഡിസ്പോസിങ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. അതല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ ലാൻഡ്ഫിൽ. ഇത് പൊടിച്ചിട്ട് ഡിസ്ട്രക്ഷൻ ചെയ്തിട്ട് സെക്വേർഡ് ആയിട്ടുള്ള ലാൻഡ്ഫില്ലുകൾ, ഭൂമികൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നമ്മ പറഞ്ഞില്ലേ സാനിറ്ററി ലാൻഡ്ഫില്ല്, ഓപ്പൺ ഡംപിങ് അല്ലെ, ലാൻഡ്ഫില്ലുകൾ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള ലാൻഡ്ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഡ്രഗ്സുകൾ പൊടിച്ചിട്ട് ആ ഒരു പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാം. കാറ്റഗറി നമ്പർ 6 അല്ലെ. കാറ്റഗറി നമ്പർ 5 മനസ്സിലായില്ലേ? എന്താണ്? ഫാർമസിയിൽ വരുന്ന വേസ്റ്റുകൾ അല്ലെ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മലിനമായിട്ടുള്ള അല്ലെ, റാറ്റ്സ് കൊണ്ട്, ഇൻസെക്ട്സ് കൊണ്ടൊക്കെ നശിച്ചിട്ടുള്ള മരുന്നുകളൊക്കെയാണ് അങ്ങനെ, അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സുകളൊക്കെയാണ് നമ്മുടെ കാറ്റഗറി നമ്പർ 5 വരുന്നത്. ഇത് ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ അല്ലെ, കത്തിച്ച് കളയുന്ന, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്വേർഡ് ലാൻഡ്ഫിൽ. ഇത് പൊടിച്ചിട്ട് എന്താണ് സെക്വേർഡ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ലാൻഡ്ഫിൽ നികത്തുന്നതിന് വേണ്ടിയിട്ട് ഡിസ്പോസിങ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 6 സോയിൽഡ് വേസ്റ്റ്. മാറിപ്പോകരുത് കേട്ടോ. കാറ്റഗറി നമ്പർ 6 സോയിൽഡ് വേസ്റ്റ്, കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റ് കേട്ടോ.
അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോട്ടെ. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യാം. കാറ്റഗറി നമ്പർ 6 സോയിൽഡ് വേസ്റ്റ് ആണ്, മലിനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 6 വരുന്നത്. ഏതൊക്കെ രീതിയിൽ മലിനമായിട്ടുള്ളത്? ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡിലി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡ് കോട്ടൺ, ബാൻഡേജ്, സോയിൽഡ് പ്ലാസ്റ്റർ കാസ്റ്റ്, ലിനൻസ്, ബെഡ്സ്. ലൈൻസ് അല്ല കേട്ടോ, ലിനൻസ് എന്നാണോ കിടക്കുന്നത് നിങ്ങളുടെ പ്രിന്റില്? ലിനൻസ് എന്നാണോ? ആണോ? എന്താണ് മിണ്ടാത്തത്? എന്താ? അല്ല, ലൈൻസ് എന്നാണോ കിടക്കുന്നത്? ലൈൻസ് എന്നാണോ കിടക്കുന്നത്? ആ, അപ്പൊ അത് കറക്റ്റ് ചെയ്തേ. ലിനൻസ് എന്നാണ് കേട്ടോ, ലിനൻ ആണ്, ലിനൻ ആണ് കേട്ടോ. ലിനൻസ്, ബെഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. എന്താണ്? നമുക്ക് എന്താണ്? ഐറ്റംസ് പൊല്യൂട്ടഡ് അല്ലെ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട്, നമ്മുടെ ശരീരദ്രവങ്ങൾ കൊണ്ട് മലിനമായിട്ടുള്ള കോട്ടൺസ് പെടാം, ബാൻഡേജ്, സോയിൽഡ് പ്ലാസ്റ്റർ കാറ്റ്സ് അല്ലെ, മലിനമായിട്ടുള്ള നമ്മുടെ കൈകൾ അല്ലെങ്കിൽ കാല് പൊടിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന ആ പ്ലാസ്റ്റർ കാസ്റ്റുകള്, ലിനൻസ് അല്ലെ, എന്താണ്? ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, ബെഡ്സുകള്, പിന്നെ ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് സോയിൽഡ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. 2 കളർ പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഇതെങ്ങനെയൊക്കെയാണ് ഡിസ്പോസിങ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ അല്ലെ, കത്തിച്ചു കളയുന്നുണ്ട്. ഓട്ടോക്ലേവ്, ഇൻസിനറേറ്ററിൽ വെച്ച് കത്തിച്ചു കളയുന്നു, അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗില് അല്ലെങ്കിൽ മൈക്രോവേവിംഗിലൂടെ ഡിസ്ഇൻഫെക്ഷൻ നടത്തി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 7 എന്താണ്? സോളിഡ് വേസ്റ്റ് അല്ലെ, ഖരരൂപത്തിലുള്ള വേസ്റ്റുകള്. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസിബിൾ പ്രോഡക്ട്സ് other than sharp waste including tubing. എന്താണ്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസിബിൾ പ്രോഡക്ട്സ് അല്ലെ, നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകള്. അതർ ദാൻ, പക്ഷെ എന്താണ്? ഷാർപ്പ് വേസ്റ്റുകൾ അല്ല അല്ലെ, ഷാർപ്പ് വേസ്റ്റുകൾ അല്ലാത്ത മറ്റ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള വേസ്റ്റുകള്. അതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ട്യൂബിങ് അല്ലെ, നമുക്ക് ചില പേഷ്യൻസിന് എന്താണ് ഓക്സിജൻ ശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവർക്ക് എന്താണ് ട്യൂബ് ചെയ്യാറുണ്ട് അല്ലെ, ട്യൂബിങ് കൊടുത്ത് ബ്രീത്തിങ്ങിനെ ഓക്കെ ആക്കാറുണ്ടോ ലങ്സിലേക്ക് നേരിട്ട് അല്ലെ? ഉണ്ടോ? ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ? പിന്നെന്താണ്? പല പ്രൊസീജിയേഴ്സിന് നമ്മൾ ട്യൂബ് ഇട്ടിട്ട് ആണ് അല്ലെ ചെയ്യുന്നത്. ട്രക്കിയോസ്റ്റമി അല്ലെ, ആണോ? ബ്രോങ്കോസ്കോപ്പി, ട്രക്കിയോസ്റ്റമി അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് നമുക്ക് ട്യൂബുകൾ വരുന്നുണ്ടോ? വേസ്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റിൽ ഉപയോഗിച്ച ട്യൂബ് മറ്റൊരു പേഷ്യന്റിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലെ. അപ്പൊ അതൊക്കെ വേസ്റ്റ് അല്ലേ? അങ്ങനെയുള്ള ട്യൂബിങ്ങുകള്, കത്തീറ്റേഴ്സ് അല്ലെ, യൂറിനൽ കത്തീറ്റേഴ്സ് ഒക്കെ ഇടാറുണ്ട് അല്ലെ. ബ്ലാഡറിന് അല്ലെങ്കിൽ യൂറിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള പേഷ്യൻസിന് എന്താണ് അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ സഹായിക്കുന്നതിന് വേണ്ടി യൂറിനൽ കത്തീറ്റേഴ്സ് ഒക്കെ ഇടാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കത്തീറ്റേഴ്സ്, ഇൻട്രാവീനസ് സിസ്റ്റം അല്ലെ, നമ്മുടെ IV അങ്ങനെയുള്ളതൊക്കെയാണ് സോളിഡ് വേസ്റ്റിൽ ഉൾക്കൊള്ളുന്നത്. ഇത് എന്ത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ, നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നു, അണുനശീകരണം നടത്തുന്നു. ഓട്ടോക്ലേവിംഗ് അല്ലെ, എന്താണ്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. അതല്ലെങ്കിൽ മൈക്രോവേവിംഗ് അല്ലെ, ഉയർന്ന ചൂട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നു. ആൻഡ് മൾട്ടിലേഷൻ ഓഫ് ഷ്രെഡിംഗ്, നമ്മൾ ഈ ട്യൂബുകൾ അല്ലെങ്കിൽ കാത്തീറ്റേഴ്സ് ഒക്കെ എന്താണ് പല ഭാഗങ്ങളായി അല്ലെ, പല കഷ്ണങ്ങളായി വിഭജിച്ചിട്ട് നമ്മൾ ഡിസ്പോസിങ് ചെയ്യുന്നു. ഓക്കെ ആണോ? സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഖരരൂപത്തിലുള്ള അല്ലെ, സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകള്. അതിൽ എന്ത് പെടുന്നില്ല? ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ, ഗ്ലാസ് ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസുകള്, പിന്നെ എന്താണ് നമ്മുടെ നീഡിൽസ്,
ബ്ലേഡ്സുകള് അങ്ങനെയുള്ളതൊന്നും ഉൾക്കൊള്ളാതെ വരുന്ന ബാക്കി വേസ്റ്റുകൾ, വേറെ രൂപത്തിലുള്ള വേസ്റ്റുകളാണ് സോളിഡ് വേസ്റ്റിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡ് വേസ്റ്റുകൾ. ലിക്വിഡ് വേസ്റ്റുകൾ എന്തായിരിക്കും ഹോസ്പിറ്റലില്? എന്തായിരിക്കും ലിക്വിഡ് വേസ്റ്റുകള്? പറയാമോ? ക്ലീനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലേ? അപ്പൊ നോക്കിയേ, ലിക്വിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ലബോറട്ടറി ആക്ടിവിറ്റീസ്, ലബോറട്ടറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ, ആസ് വെൽ ആസ് വാഷിംഗ്, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ടാസ്കുകൾ അല്ലെ. എന്താണ്, അണുനശീകരണം പോലെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, ഹൗസ് കീപ്പിംഗിന്റെ ഭാഗമായിട്ട്, സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ അല്ലെ, സാനിറ്റേഷന്റെ ഒക്കെ ഭാഗമായിട്ട്, ക്ലീനിങ് പ്രോസസ്സുകളുടെ ഭാഗമായിട്ട് അല്ലെ. പിന്നെന്താണ്, ലിനൻസ്, കോട്ടൺസ്, ലിനൻസ്, ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഷിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡ് രൂപത്തിലുള്ള അല്ലെ, ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 8 ഉൾക്കൊള്ളുന്നത്. നമുക്ക് ഈ ഒരു ലിക്വിഡ് വേസ്റ്റുകൾ നമുക്ക് ഏതെങ്കിലും ബാഗില് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റോ? ബാഗ്സിലൊക്കെ സൂക്ഷിക്കാൻ പറ്റോ? വെള്ളം പോലത്തെ ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റുകള് ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ഇതെന്താണ് ചെയ്യുന്നത്? അപ്പൊ അതിനെന്താണ്, ബാഗുകൾ ഇല്ല കേട്ടോ. കാറ്റഗറി നമ്പർ 8 പറയുന്ന വേസ്റ്റുകൾ നമ്മൾ ബാഗിൽ സൂക്ഷിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജിംഗ് ത്രൂ ട്രെയിൻസ്. എന്താണ്, നമ്മ ഈ വരുന്ന ദ്രാവകങ്ങള്, ലിക്വിഡുകള് നമ്മ എന്താണ്, കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ട് എന്താണ്, അണുനശീകരണം നടത്തിയിട്ട് അഴുക്ക് ചാലില് ഒഴുക്കി കളയുന്നു. ഓക്കെയാണോ? നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോൾ നമ്മ എന്ത് ചെയ്യാറുണ്ട്? കിണറ്റിലെ വെള്ളത്തില് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇടാറുണ്ടോ? ഇല്ലേ? ബ്ലീച്ചിങ് പൗഡർ ഇടാറുണ്ട്. പിന്നെ ഒഴുകി പോകുന്ന അല്ലെ കനാല് പോലെയുള്ളതിലൊക്കെ കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റിന്ന് ബ്ലീച്ചിങ് പൗഡേഴ്സ് ഒക്കെ ഇടാറുണ്ടോ? അതെന്ത് ചെയ്യാണ്? എന്തിനു വേണ്ടിയിട്ടാ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിൻ പൗഡർ ഒക്കെ കൊണ്ടുവന്ന് ഇടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവര്? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? അല്ലേ? അണുനശീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ? ഈ മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോഴാണ് അല്ലെ മഞ്ഞപ്പിത്തം, കോളറ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന എലിപ്പനി അല്ലെ. അപ്പൊ അതിലുള്ള അണുക്കളെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എന്താണ്, ഈ ലിക്വിഡ് വേസ്റ്റിൽ ഉൾക്കൊള്ളുന്ന അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അണുക്കളെ നമ്മ കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്തിട്ട് അത് അഴുക്ക് ചാലില് ഒഴുക്കി കളയുന്നു. ഓക്കെയാണോ? ഈ ലിക്വിഡ് വേസ്റ്റുകള് നമ്മ കണ്ടെയ്നേഴ്സില്, ബാഗ്സില് സൂക്ഷിക്കുന്നില്ല. ഇത് നമ്മ എന്താണ്, അഴുക്ക് ചാലില്, ഡ്രെയിൻസില് ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 9. കാറ്റഗറി നമ്പർ 9 വരുന്നത് ഇൻസിനറേഷൻ ആഷ് ആണ് കേട്ടോ. എന്താണ്, കത്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചാരം അല്ലെ, ഇൻസിനറേഷൻ ആഷ്. ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ. ഏതെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മ ഇൻസിനറേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ചാരമാണ് കാറ്റഗറി നമ്പർ 9 ഉൾക്കൊള്ളുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഏത് ഡിസ്പോസൽ മെത്തേഡ് ആണ് ചെയ്യുന്നത്? ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ് ഫില്ലുകൾ അല്ലെ. നമ്മൾ ലാൻഡ് ഫില്ലുകൾ അല്ലെ ഭൂമി നികത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വേസ്റ്റുകൾ നമ്മ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ലാൻഡ് ഫിൽ ഡിസ്പോസൽ പ്രക്രിയക്കാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി നമ്പർ 9 ആ ഒരു ചാരം അല്ലെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 9 കെമിക്കൽ വേസ്റ്റ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ എന്താണ്
പലതരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിന് അല്ലെ, ലാബുകളുടെ പ്രവർത്തനത്തിന് അല്ലെ, കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ലേ ലാബുകളുടെ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽ വേസ്റ്റുകള്, കെമിക്കൽസ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ് അല്ലെ, എന്താണ് ബയോളജിക്കൽ പ്രോഡക്ട്സുകളുടെ ഭാഗമായിട്ട് മാനുഫാക്ചറിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ്. കെമിക്കൽ യൂസ്ഡ് ടു ക്ലീൻ സർഫസ് അല്ലെ, നമ്മൾ സർഫസുകൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന ടാസ്കുകൾക്കായി ഉപയോഗിക്കുന്ന കെമിക്കൽസ്. കെമിക്കൽസ് യൂസ്ഡ് ഇൻ പെസ്റ്റിസൈഡ് അല്ലെ, കീടനാശിനികള്, അങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെയാണ് കെമിക്കൽ വേസ്റ്റിൽ ഉൾക്കൊള്ളുന്നത്. ഇത് ഏത് ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്? കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ് ഫോർ ലിക്വിഡ് ആൻഡ് സെപ്പേർഡ് ലാൻഡ്ഫിൽ ഫോർ സോളിഡ്. നമുക്കറിയാം ഈ ഒരു നമ്മ ക്ലീനിങ് സർഫസുകള് നമ്മ വൃത്തിയാക്കുമ്പോൾ നമ്മൾ ലിക്വിഡുകൾ മാത്രമാണോ നമുക്ക് ബാക്കി വരുന്നത്? കെമിക്കൽസ് മാത്രമാണോ ബാക്കി വരുന്നത്? നമ്മ അതിന് ഉപയോഗിച്ച തുണി അല്ലെ, കോട്ടൺസ്, മോപ്പുകള് ഒക്കെ വരുന്നില്ലേ സോളിഡ് രൂപത്തിലുള്ള? വരുന്നുണ്ടോ? അതേപോലെ എന്താണ് ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകളും വരുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വീട്ടില് നിങ്ങളുടെ വീടിന്റെ ഉൾഭാഗം ഒന്ന് വൃത്തിയാക്കുകയാണ്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വെള്ളം വരുന്നില്ലേ? നിങ്ങൾ എന്താണ് എന്തെങ്കിലും ഡെറ്റോളോ ഫിനോയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച തുടക്കാൻ ഉപയോഗിച്ച ആ ഒരു വാട്ടർ വരുന്നുണ്ടോ വേസ്റ്റ് ആയിട്ട്? വരുന്നുണ്ട് അല്ലെ. പിന്നെ അതേപോലെ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലില് ഈ എന്താണ് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള ഒരു പ്രതലം തുടച്ച ആ ഒരു കോട്ടൺസ് അല്ലെങ്കിൽ ആ ഒരു തുണി അല്ലെങ്കിൽ ആ ഒരു മോപ്പ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റോ? യൂസ് ചെയ്യാൻ പറ്റോ? പിന്നീട് യൂസ് ചെയ്യാൻ പറ്റോ? ഇല്ല. അപ്പൊ അവിടെ എന്താണ് രണ്ട് തരത്തിലുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. രണ്ട് തരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ലിക്വിഡ് രൂപത്തിലുള്ളതുണ്ട്, സോളിഡ് രൂപത്തിലുള്ളതുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതെന്ത് ചെയ്യാണ്? നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് ലിക്വിഡ് രൂപത്തിലുള്ളവ നമ്മ അഴുക്ക് ചാലില് ഒഴുക്കിക്കളയുകയും മറ്റ് സോളിഡ് രൂപത്തിലുള്ളവ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? സെക്യൂർഡ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ലാൻഡ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണിട്ട് അണുനശീകരണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ സോളിഡ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യോ? നമുക്ക് ആ ബാക്കി വരുന്ന സോളിഡ് കൊണ്ട് ഇൻഫെക്ഷൻസ് വരും ആ തുണിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കോട്ടൺസിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധയേക്കോ? ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞാല് ഏക്കോ? നമ്മ വീട്ടില് ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ആ ബാക്കി വരുന്ന ആ ഒരു സോളിഡ് രൂപത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ലാൻഡ് ഫില്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? നമ്മൾ വീട്ടിൽ ചെറിയ ന്യൂബോൺ ബേബീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ തുണിയൊക്കെ എന്ത് ചെയ്യും? ഇൻഫെക്ഷൻ നടത്തല്ലേ. ഡെറ്റോൾ ഒഴിച്ച് ചെറിയ ചൂടുവെള്ളത്തില് ഡെറ്റോൾ ഒഴിച്ചിട്ട് അതിൽ മുക്കിയൊക്കെ ഇടാറുണ്ടോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതാണ് അല്ലെ. അവർക്കൊരു ഇൻഫെക്ഷൻസ് ബാധിക്കാതിരിക്കാൻ അല്ലേ. പിന്നെ അതിൽ നിന്ന് ആ ഒരു തുണിയിൽ നിന്ന് ആ ഒരു ക്ലോത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ? ഇൻഫെക്ഷൻസ് വരുമോ? ഇല്ല. അപ്പൊ അതേപോലെ എന്ത് ചെയ്യും? ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന സോളിഡ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ വേസ്റ്റുകൾ ഇവര് ആദ്യം കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്ഷൻ നടത്തിയിട്ട് ലിക്വിഡ് രൂപത്തിലുള്ളവ അഴുക്കുചാലിൽ ഒഴുക്കിക്കളയും. ബാക്കി സോളിഡ് രൂപത്തിലുള്ളവ ഇവര് സെക്യൂർഡ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ലാൻഡ് ഫിൽ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. കാറ്റഗറി 8 and 10 എന്താണ്? അതിൽ രണ്ടിൽ എന്താണ്? ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകളാണ് അല്ലെ.
ഡു നോട്ട് റിക്വയർ കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ്. ഈ ഒരു ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകൾക്ക് കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ ബാഗ്സുകളോ ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഇപ്പൊ നമ്മൾ നോക്കിയേ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ആണ് അല്ലെ. അതിൽ ഫസ്റ്റത്തെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് കളക്ഷൻ ആണ് അല്ലെ, വേസ്റ്റ് ശേഖരിക്കുക. രണ്ടാമത്തേത് എന്താണ്? സെഗ്രിഗേഷൻ ആണ് അല്ലെ, വേർതിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നെക്സ്റ്റ് കാറ്റഗറിയില് പലതരത്തിലുള്ള എന്താണ് വേസ്റ്റുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഓരോ കാറ്റഗറിയിലും പെടുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ വേസ്റ്റുകളും ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നതെന്ന്, അത് ഓരോ കാറ്റഗറിയിലും പെടുന്ന വേസ്റ്റുകളെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പഠിച്ചത്. നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് അല്ലെ. ഈ വേസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണോ? അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷനും ഈ വേസ്റ്റുകളുടെ സ്റ്റോറേജും ആണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ നോക്കി, അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ സ്പെഷ്യലി അറേഞ്ച്ഡ് വെഹിക്കിൾ ലൈക്ക് ട്രോളീസ് ഓർ ഇൻ കവേർഡ് വീൽ ബാരോസ്. എന്താണ്? നമ്മിങ്ങനെ സംസ്കരിക്കാത്ത, ഡിസ്ഇൻഫെക്ഷൻ ഒന്നും ചെയ്യാത്ത, സംസ്കരിക്കാത്ത വേസ്റ്റുകൾ നമ്മ എങ്ങനെയായിരിക്കണം കൊണ്ടുപോകുന്നത്? സ്പെഷ്യലി അറേഞ്ച്ഡ് അല്ലെ, പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള വാഹനങ്ങളിലോ അതല്ലെങ്കിൽ വെഹിക്കിൾസ് ലൈക്ക് ട്രോളീസില് അതല്ലെങ്കിൽ എന്താണ് കവേർഡ് ആയിട്ടുള്ള അല്ലെ, ഫുള്ള് മൂടി കയറ്റിയിട്ടുള്ള വീൽ ബാരോസിലോ, ഒറ്റച്ചക്ര ട്രോളി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള വീൽ ബാരോസിലോ ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലൊക്കെ വേസ്റ്റുകള് ഇങ്ങനെ മൂടിയുള്ളൊരു ഇതിൽ കൊണ്ടുപോകുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്താണ് വീല് പോലെ ഉണ്ടാവും അവർക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? വീൽ ബാരോസ്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വെഹിക്കിൾസ്, അതായത് അതിനു വേണ്ടി മാത്രമുള്ള ട്രോളീസിലോ അതല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള വീൽ ബാരോസിലോ ആയിരിക്കണം നമ്മൾ ഈ സംസ്കരിക്കാത്ത വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. The bags container holding biomedical waste have to be tied before transportation. Like നമ്മൊരു ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ ഒരു ബാഗ് അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നർ എന്ത് ചെയ്യണം? ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലേ? അതല്ലെങ്കിൽ എന്ത് പറ്റും? അത് കൊണ്ടുപോകുന്ന സമയത്ത് അത് കൊണ്ടുപോകുന്ന ആ ഒരു സ്ഥലത്തൊക്കെ വീണ് പോകാനുള്ള സാധ്യതയുണ്ടല്ലോ, ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന ബാഗ്സുകൾ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് നമ്മൾ അത് കൊണ്ടുപോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ടായിരിക്കണം. ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ ബാഗ് containing biomedical waste, it has to be accompanied by a document signed from the nurse or doctor that includes date, shift, quantity and destination. ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ ഡോക്യുമെന്റ് കൂടി കൊണ്ടുപോകണം. ഇത് സംസ്കരിക്കാൻ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ ഒപ്പം തന്നെ നമ്മ ഒരു ഡോക്യുമെന്റ് കൊണ്ടുപോകണം. അതിലെന്താണ്? നമ്മുടെ ഒന്നില്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള നേഴ്സോ അതല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്തതും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം എന്നാണ് കൊണ്ടുപോകുന്നത് അല്ലെ. ആ ഒരു ഡേറ്റ്, ഷിഫ്റ്റ്, എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റിയില് എത്ര അളവില് വേസ്റ്റ് ഉണ്ട്, അതില് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അതിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്നുള്ള കാര്യങ്ങള് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി നമ്മുടെ നഴ്സോ അതല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്ത രേഖ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. നമ്മ ഈ കയറ്റിയൊക്കെ അയക്കാറില്ലേ, നമ്മ സാധനങ്ങളൊക്കെ കയറ്റി അയക്കാറില്ലേ പുറം രാജ്യത്തേക്കൊക്കെ? അപ്പൊ അതോടൊപ്പം നമ്മൾ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകാറുണ്ട് അല്ലെ? ഉണ്ടോ? ഡോക്യുമെന്റ്സ് ഉണ്ടോ?
ഉണ്ട്. അതേപോലെ എന്താണ് ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മ ഇങ്ങനെ ഡേറ്റ്, എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്, എത്ര ക്വാണ്ടിറ്റിയിൽ വേസ്റ്റ് ഉണ്ട്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്നുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് എഴുതി നമ്മുടെ ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ സൈൻ ചെയ്ത രേഖ ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ നീഡ് ടു ബി വെൽ എൻക്ലോസ്ഡ്. നമ്മ ഈ ഒരു വേസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആയിരിക്കണം. നീഡ് ടു ബി വെൽ എൻക്ലോസ്ഡ്. ഇതെന്താണ്? മുഴുവനായിട്ട് അടച്ചിട്ട രീതിയിലുള്ള എൻക്ലോസ് ചെയ്തിട്ടുള്ള വണ്ടി ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ തുറന്നിട്ടിട്ടുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ എന്താ പറ്റും? ഇപ്പൊ നമ്മ കാണാറുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിന്ന് വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന വണ്ടി കാണാറില്ലേ? അതെല്ലാം തുറന്നിട്ടിട്ടുള്ള വണ്ടിയാണ് അല്ലെ? ആണോ? കണ്ടിട്ടുണ്ടോ ആ ഒരു വണ്ടി? ഹരിതകർമ്മസേനയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന വേസ്റ്റുകൾ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളില് വലിയ വലിയ സിറ്റിയിലൊക്കെ എന്താണ് വേസ്റ്റുകൾ കൊണ്ടുപോകാൻ വണ്ടികൾ വരാറുണ്ട് അല്ലെ? അത് സാധാരണ വണ്ടി പോലെയാണ്, ലോറിയൊക്കെ പോലെയാണ് അല്ലെ? അപ്പൊ അത് തുറന്നിട്ടിട്ടാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ വേസ്റ്റുകൾ ചാടി റോട്ടിലേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങ? അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും അല്ലെ? ആ വണ്ടി പോകുന്നതോടൊപ്പം നമ്മ പോകുകയാണെങ്കിലൊക്കെ നമുക്ക് സ്മെല്ല് അനുഭവപ്പെടാറില്ലേ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ആ ഒരു വണ്ടിയിൽ നിന്ന് ഈ വേസ്റ്റ് റോട്ടിലേക്ക് നിലത്തേക്ക് വീഴാം, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീഴാതിരിക്കുന്നതിന് വേണ്ടി മുഴുവനായിട്ട് മൂടി കെട്ടിയ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസിലായിരിക്കണം ഈ വേസ്റ്റ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ഓൾസോ ബി പോസിബിൾ ടു വാഷ് ദ ഇന്റീരിയർ ഓഫ് ദി കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടി എങ്ങനെയായിരിക്കണം? നമുക്ക് അതിന്റെ ഉൾഭാഗം, ഇപ്പൊ വേസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് അല്ലെ, ആ ഒരു വണ്ടിയിൽ ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ ആ ഒരു വണ്ടിയിൽ അല്ലേ? ആണോ? പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതെന്താണ്? നമുക്ക് ആ ഒരു വണ്ടിയുടെ ഉൾഭാഗം മുഴുവനായ രീതിയിൽ, ഇന്റീരിയർ മുഴുവനായ രീതിയിൽ വാഷ് ചെയ്യുന്ന ഒരു വെഹിക്കിൾസ് ആയിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഓൾസോ ബി പോസിബിൾ ടു വാഷ് ദ ഇന്റീരിയർ ഓഫ് ദി കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. ഈ വേസ്റ്റ് കൊണ്ടുപോയതിന് ശേഷം ആ ഒരു വണ്ടിയുടെ ഉൾഭാഗം നമ്മൾ മുഴുവനായിട്ട് വാഷ് ചെയ്യണം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് എടുക്കട്ടെ. PPE അല്ലേ? Personal safety devices. The use of protective gears should be made compulsory for all the staff who handle waste. വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, വേസ്റ്റ് വേസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന, സംസ്കരിക്കുന്ന ആളുകളായിക്കോട്ടെ, അവരെന്തായിരിക്കണം? ഇതുമായി ഈ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകള് നിർബന്ധമായിട്ട് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, അതായത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്ലൗസ് അല്ലെ? ഗ്ലൗസ് കണ്ടിട്ടുണ്ടോ? വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നവരെ ഗ്ലൗസ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ സാധാ മെഡിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതല്ല, വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവര് ഉപയോഗിക്കുന്ന ഗ്ലൗസ് കണ്ടിട്ടുണ്ടോ? ഏത് കളറിലാണത്? യെല്ലോ കളറിലാണ് അല്ലെ? അതെന്താണ്? നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും അല്ലെ? നമ്മുടെ സാധാരണ ഗ്ലൗസ് ക്വാളിറ്റി ആയിരിക്കോ? കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഗ്ലൗസുകളായിരിക്കും അല്ലെ? ആണോ? അപ്പൊ നോക്കിയേ, ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ് അല്ലെ? അതെങ്ങനെയായിരിക്കണം? ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസുകൾ ആയിരിക്കും അല്ലെ? എന്താണ് അത്? പെട്ടെന്ന് അല്ലെങ്കിൽ എന്തും കീറി പോകും അല്ലെ? നമ്മുടെ സാധാരണ ഗ്ലൗസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മ വലിച്ചിടുമ്പോ തന്നെ കീറി പോകാറുണ്ട് അല്ലെ? ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? സാധാരണ ഗ്ലൗസുകളൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഇല്ലേ?
അപ്പൊ എന്താണ് അങ്ങനെ പെട്ടെന്ന് കീറിപ്പോവാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ക്വാളിറ്റി ഉള്ള അല്ലെ ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസുകൾ ആയിരിക്കണം. ഇതെന്താണ് ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളർ അല്ലെ ഇതെന്താണ് ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളറിലായിരിക്കും. ആഫ്റ്റർ ഹാൻഡിലിംഗ് ദ വാഷ് വേസ്റ്റ് the gloves should be washed 2 times. നമ്മ ആ ഒരു വേസ്റ്റുകൾ കൈകാര്യം ചെയ്ത് അത് എടുത്ത് കൊണ്ടുപോയി അതുമായി കൈകാര്യം ചെയ്തതിന് ശേഷം നമ്മ എന്ത് ചെയ്യണം ആ ഗ്ലൗസ് നമ്മ വാഷ് 2 തവണ നിർബന്ധമായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ കഴുകിയിട്ടുണ്ടായിരിക്കണം. The gloves should be washed after each use with soap and disinfectant അല്ലെ നമ്മ ആ ഒരു ഗ്ലൗസ് ഓരോ തവണ ഉപയോഗിച്ചതിന് ശേഷവും എന്താണ് സോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റന്റ് ലായനികൾ കൊണ്ടോ നമ്മ എന്ത് ചെയ്യണം വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം അല്ലെ കഴുകണം. നെക്സ്റ്റ് പറയുന്നത് ദ സൈസ് ഷുഡ് ഫിറ്റ് ദ ഓപ്പറേറ്റർ അല്ലെ ആ ഒരു ഗ്ലൗസിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ് അത് ഉപയോഗിക്കുന്ന ആൾക്ക് ഉചിതമായ രീതിയിലായിരിക്കണം ഫിറ്റ് ആയ രീതിയിലായിരിക്കണം. ഇപ്പൊ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാള് ഒരു സ്റ്റാഫ് ഉപയോഗിക്കുന്ന ഗ്ലൗസ് ലൂസ് ആണെങ്കിൽ എന്താ പറ്റുന്നത് അത് അവർ ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ആ ഗ്ലൗസ് ഊരിപ്പോകും ഇല്ലേ ആണോ ഊരിപ്പോവോ ഊരിപ്പോ അപ്പൊ അവർക്ക് എന്ത് പറ്റാം ചിലപ്പോ ഇഞ്ചുറീസോ അല്ലെങ്കിൽ അവരെ കയ്യിലേക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാലോ ഇൻഫെക്ഷൻസ് ഒക്കെ പകരാലോ. അപ്പൊ എന്ത് ചെയ്യണം ആ ഒരു സൈസ് ആ ഒരു ഗ്ലൗസിന്റെ സൈസ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാഫിന്റെ കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം അല്ലെ ഉചിതമായ സൈസ് ആയിരിക്കണം. ഓക്കെയാണോ ഗ്ലൗസ്. നെക്സ്റ്റ് പറയുന്നത് അപ്രോൺസ് ഗൗൺസ് ആൻഡ് സൂട്ട്സ് അല്ലെ എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളിലേക്ക് തെറിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ ശരീരം കവർ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ആപ്രോൺസ് ഗൗൺസുകള് സൂട്ട്സുകള് ധരിച്ചിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ് എന്താണ് മാസ്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക് പല രീതിയിലുള്ള മാസ്കുകൾ ഉണ്ട് അല്ലെ ഗൂഗിൾസ് ആൻഡ് ഫേസ് ഷീൽഡ്സ് ഷുഡ് ബി വോൺ എലോൺ ഓർ ഇൻ കോമ്പിനേഷൻ എന്താണ് ഗൂഗിൾസ് ധരിക്കുക അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് ധരിക്കുക. ഗൂഗിൾസ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഗൂഗിൾസ് കണ്ടിട്ടുണ്ടോ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യ സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന ആളുകൾ ധരിച്ചിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻസിനറേഷൻ ടെക്നോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മുടെ കണ്ണിന് കണ്ണട പോലെ ഇങ്ങനെ വലിച്ചിടുന്നത് കണ്ടിട്ടുണ്ടോ അത് എന്താണെന്ന് പറയാതെ കണ്ടിട്ടില്ല അപ്പൊ എന്താണ് ഗൂഗിൾസ് ഫേസ് ഷീൽഡ് അല്ലെ എന്താണ് നമ്മുടെ മുഖം മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ കൊറോണയുടെ സമയത്തൊക്കെ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ചതാണ് അല്ലെ ഫേസ് ഷീൽഡുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഫേസ് ഷീൽഡ് നമുക്ക് ഒറ്റയ്ക്കോ ഗൂഗിൾസ് ഒറ്റയ്ക്ക് ധരിക്കാം ഫേസ് ഷീൽഡും ധരിക്കാം അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി കോമ്പിനേഷനിൽ വരുന്ന മാസ്കുകൾ ഉണ്ട് അപ്പൊ അതും ധരിക്കുക. ടു ഗിവ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ അല്ലെ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് കണ്ണിലേക്ക് മൂക്കിലേക്കൊക്കെ ഈ ഇൻഫെക്ഷൻസ് പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് അല്ലെ നമ്മുടെ എന്താണ് സംരക്ഷിക്കുന്നതിനുള്ള തടസ്സം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഈ ഫേസ് ഷീൽഡുകളും ഗൂഗിൾസും ധരിക്കുക. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ പേഴ്സൺ ഹു വർക്ക് അറ്റ് ദ ഇൻസിനറേറ്റർ ചേംബർ to put on a mask that covers both the nose and mouth is possible. A gas mask with filters. എന്താണ് നമ്മുടെ ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും നമ്മുടെ മൂക്കും വായയും കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകൾ ധരിക്കുക. പിന്നെ എന്താണ് ഗ്ലാസ് മാസ്ക് വിത്ത് ഫിൽറ്റേഴ്സ് നമ്മുടെ ശ്വസിക്കുന്ന ആ ഒരു വായുവിനെ ഫിൽറ്റർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകൾ ഗ്യാസ് മാസ്കുകൾ ആയിരിക്കണം അവര് ധരിക്കേണ്ടത്. ഓക്കെ ആണോ. ക്ലാസ് കഴിയുമ്പോ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയേ ഫിൽറ്ററൈസ്ഡ് മാസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഒരുപാട്. കണ്ടിട്ടുണ്ടോ ഫിൽറ്റർ മാസ്ക്?
ഒരു മിനിറ്റ് മിസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം കേട്ടോ ഗൂഗിളിൽ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മൂക്കും വായും കൂടി ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളർ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന തരത്തില് കണ്ടിട്ടുണ്ടോ? ഫിൽറ്റർ ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഓക്സിജൻ, നമ്മുടെ ശ്വസിക്കുന്ന ആ ഒരു വായുവിനെ ഫിൽറ്റർ ചെയ്യുന്നത് തരത്തിലുള്ള മാസ്കുകള്. അപ്പൊ അങ്ങനെയുള്ള മാസ്കുകള് ഈ ഇൻസിനറേഷൻ ചേംബറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നിർബന്ധമായിട്ടും ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? കണ്ടിട്ടുണ്ട് അല്ലെ? ഒന്ന് നോക്കുക കേട്ടോ. മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ട് തരാം കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ, ബൂട്ട്സ് എന്താണ്? ലെഗ് കവറിംഗ്, നമ്മുടെ ലെഗ്സിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൂട്ട്സുകൾ ധരിക്കുന്നത് അല്ലെ. Boots or shoe covers give greater safety to skin when splashes or large quantities of contaminated waste have to be dealt with അല്ലെ. തെറിക്കുന്നതോ അല്ലെങ്കിൽ വലിയ അളവിലുള്ള എന്താണ് മലിനമായ മാലിന്യങ്ങളോ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ ലെഗ് കവറുകള് അല്ലെങ്കിൽ ബൂട്ട്സുകള് അല്ലെങ്കിൽ ഷൂ കവറുകള് എന്നിവ എന്താണ് നമ്മുടെ ചർമ്മത്തിന് കൂടുതൽ സംരക്ഷണം നൽകുന്നതിന്, കൂടുതൽ സേഫ്റ്റി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ധരിക്കുന്നത് അല്ലെ. പിന്നെ എന്താണ് ഈ ബൂട്ട്സുകള് എങ്ങനെയുള്ളതായിരിക്കണം? The boots should be rubber soled and anti-skid type അല്ലെ. റബ്ബർ സോൾഡ് നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ സോൾഡ് ആയിട്ടുള്ള ബൂട്ട്സുകൾ ആയിരിക്കണം. കൂടാതെ നമ്മൾ ഈ വേസ്റ്റിലൊക്കെ നിന്ന് പണിയെടുക്കുമ്പോൾ എന്താണ് നമ്മൾ സ്കിഡ് ചെയ്ത് പോകാം അല്ലെ, തെന്നി പോവാലോ ഇല്ലേ? തെന്നിപ്പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ആന്റി സ്കിഡ് ടൈപ്പ് ആയിട്ടുള്ള ബൂട്ട്സുകളായിരിക്കണം, തെന്നിപ്പോകാത്ത രീതിയിലുള്ള ബൂട്ട്സുകളായിരിക്കണം ധരിക്കേണ്ടത്. They should cover the leg up to the ankle അല്ലെ. നമ്മുടെ ആംഗിള് വരെ കവർ ചെയ്യുന്ന എന്താണ് ബൂട്ട്സുകളായിരിക്കണം ധരിക്കേണ്ടത്. ആണോ? ബൂട്ട്സ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങ? ബൂട്ട്സ് ഒക്കെ കണ്ടിട്ടില്ലേ? മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യും ഈ മുനിസിപ്പാലിറ്റിയിൽ ക്ലീനിങ്ങിന് വരുന്നവരൊക്കെ ഇട്ട് കണ്ടിട്ടില്ലേ നിങ്ങ? അപ്പൊ അതൊന്നും ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്താണ് നമ്മുടെ കാലുമുഴക്ക് അല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ കാലുമുഴൊന്നും ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ കൂടുതൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് തെറിക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ട് കൂടുതൽ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെഗ് കവറിങ് അല്ലെങ്കിൽ ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂ കവേഴ്സ് ധരിക്കുന്നത്. ഈ ഷൂസ് എങ്ങനെയുള്ളതായിരിക്കണം? റബ്ബർ സോൾഡ് അല്ലെ. എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ കൊണ്ട് നിർമ്മിച്ചതും തെന്നിപ്പോവാത്ത രീതിയിലുള്ള എന്താണ് ബൂട്ട്സുകളായിരിക്കണം. അത് നമ്മുടെ ആംഗിള് വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ബൂട്ട്സുകളായിരിക്കണം. ഓക്കെ ആണോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകള് ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ എന്ന് ചോദിക്കാം കേട്ടോ. ഗ്ലൗസ്, ആപ്രോൺസ്, ഗൗൺസ്, സൂട്ട്സ്, മാസ്ക്, ബൂട്ട്സുകൾ കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ്. അത്രയും ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പിന്നെ നാലാമത്തെ പറയുന്നത് എന്താണ്? നാലാമത്തെയാണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ നാലാമത്തെ പ്രോസസ് എന്ന് പറയുന്നതാണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. നെക്സ്റ്റ് അഞ്ചാമത്തെ പറയുന്നത് ഫൈനൽ ഡിസ്പോസൽ, ലാസ്റ്റത്തെ സംസ്കരണം. അതെങ്ങനെയാണ്? ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ. നമ്മുടെ ഫൈനൽ ഡിസ്പോസൽ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസലിന്റെ അവസാനത്തെ സ്റ്റേജ്, അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 5 ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ശരിയായ രീതിയിലാണ് ആ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പറയാമോ? നിങ്ങൾക്ക് പറയാലോ? എളുപ്പത്തിൽ പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് പ്രക്രിയകൾ ചെയ്യുന്നത്, വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്? പറയേ, അറിയോ? ആലോചിച്ച് വെക്കും മക്കളെ. എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ നല്ല രീതിയിൽ വേസ്റ്റുകള്
ഡിസ്പോസ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഹോസ്പിറ്റലില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നത്, അത് സംഭരിക്കുന്നത്, അതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിയായ രീതിയിൽ കളയുന്നത്? ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യുക അല്ലെ? ഓക്കെ, ഗുഡ് ഷൈന. ഇനി എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? നിങ്ങളുടെ വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, ഫ്രൂട്ട് പീൽസുകൾ ഉണ്ട്, നമ്മുടെ വീട്ടിൽ മരങ്ങളുടെ എന്താണ് പൊഴിഞ്ഞു വീഴുന്ന ഇലകളുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിയായ രീതിയിലാണ് അല്ലെ മാനേജ് ചെയ്യുന്നത്? ആണോ? ഒരു സ്ഥലത്ത് ഒന്നില്ലെങ്കിൽ ഒരു വലിയ കമ്പോസ്റ്റ് കുഴി കുത്തിയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് അല്ലെ, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഉണങ്ങി കഴിയുമ്പോ ഈ ഇലകളൊക്കെ നമ്മൾ കത്തിച്ച് കളയും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? ക്ലീൻ ദ പ്ലേസ് അല്ലെ, നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സ് വൃത്തിയായിട്ടും ആരോഗ്യകരമായിട്ടും സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അതല്ലെങ്കിൽ എന്ത് വെച്ചും അവിടേക്ക് ആ വേസ്റ്റ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാല് നമുക്ക് പലതരത്തിലുള്ള കൊതുകുകളൊക്കെ അതിൽ വന്ന് മുട്ടയിട്ട് പെരുകി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുമോ? വരും. അപ്പൊ നമുക്ക് എന്താണ് ക്ലീൻ ആയിട്ടുള്ളതും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു അല്ലെ, ഇൻഫെക്ഷൻസ് തടയാൻ സാധിക്കും, വൃത്തിയുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ഒരു ചുറ്റുപാട് സൃഷ്ടിക്കാം. അപ്പൊ ഇങ്ങനെ വൃത്തിയുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ചുറ്റുപാട് സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇൻഫെക്ഷൻസിനെ കുറയ്ക്കാം അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ആ ഒരു ചെലവ് കുറയ്ക്കാലോ, കോസ്റ്റ് കുറയ്ക്കാലോ. ഇൻഫെക്ഷൻസ് വരുമ്പോ എന്താണ് നമുക്ക് അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വരുന്ന കഴിയുമ്പോ എന്താണ് നമുക്ക് അത് ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് പൈസ ചെലവാകുന്നുണ്ടോ? ട്രീറ്റ്മെന്റിന് വേണ്ടി പൈസ ചെലവാകുന്നുണ്ടോ? വെറുതെ മരുന്നിട്ടോ? ഹോസ്പിറ്റലിൽ പോയി വെറുതെ മരുന്നിട്ടോ? നിങ്ങളിങ്ങനെ കൊണ്ടുവരാനാണ്, നിങ്ങളൊന്നും മിണ്ട്. മരുന്നിട്ടില്ല. അപ്പൊ നമുക്ക് കോസ്റ്റ് ആവുന്നുണ്ടോ? ചിലവാകുന്നുണ്ടോ? ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമുക്ക് ചിലവ് വരുന്നുണ്ടോ? അപ്പൊ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കോസ്റ്റ് കുറച്ചൂടെ? ഹോസ്പിറ്റലിൽ വരുന്ന കോസ്റ്റ് കുറയ്ക്കാലോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ക്ലീനർ ആൻഡ് നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് പോയിന്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കി മിസ്റ്റത്തിൽ പറഞ്ഞുതരാം കേട്ടോ. ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്, നമുക്ക് വൃത്തിയുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ഒരു ചുറ്റുപാട് പ്രിപ്പയർ ചെയ്യാം അല്ലെ, തയ്യാറാക്കാൻ സാധിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ് അല്ലെ, എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നതും ജനറൽ ആയിട്ടുള്ള സാധാരണ പൊതുവായിട്ടുള്ളതുമായിട്ടുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് കുറയ്ക്കാലോ. ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻസും ജനറൽ ഇൻഫെക്ഷൻസും നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ദ ഹോസ്പിറ്റൽസ് അല്ലെ, ഹോസ്പിറ്റൽസിലെ ഇൻഫെക്ഷൻ നിയന്ത്രണ പ്രവർത്തനങ്ങളുമായി വരുന്ന ആ ഒരു പ്രൈസ്, ആ ഒരു ചിലവ് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഒരു ഹോസ്പിറ്റലില് ഒരുപാട് രീതിയിൽ അവിടുത്തെ വേസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്താലല്ലേ അവര് ഒരുപാട് സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ പ്രക്രിയകളൊക്കെ നടത്തേണ്ടി വരുള്ളൂ അല്ലെ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അല്ലെ? അപ്പൊ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കോസ്റ്റുകൾ അവർക്ക് കുറയ്ക്കാലോ. കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? നമുക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്താലല്ലേ നമുക്ക് ഇൻഫെക്ഷൻസ് നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നുള്ളൂ അല്ലേ? ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുക, സാനിറ്റേഷൻ ചെയ്യുക, സ്റ്റെറിലൈസേഷൻ ചെയ്യുക അല്ലെ? അപ്പൊ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ കുറയ്ക്കാലോ. ചെയ്യണോ? പിന്നെ ഐസൊലേഷൻ ചെയ്യണോ?
സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ ഒക്കെ എപ്പോഴും ചെയ്യണോ? വേണോ? സാനിറ്റേഷനും സ്റ്റെറിലൈസേഷനും എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇൻഫെക്ഷൻസ് ഒരുപാട് കൂടി കഴിയുമ്പോൾ നമ്മൾ എന്താണ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യണം അല്ലേ? ചെയ്യണോ? അപ്പൊ എന്താണ് ഈ ഒരു ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് മൂലം നമുക്ക് എന്താണ് ഹോസ്പിറ്റല് ഇൻഫെക്ഷൻ കൺട്രോളുമായി പ്രവർത്തിക്കുന്ന നമുക്ക് ചെലവാകുന്ന ആ ഒരു കോസ്റ്റ്, ആ ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് reduction in the probability of disease and death due to reuse and repackaging infection disposables അല്ലെ? നമുക്കറിയാം ഡിസ്പോസബിൾ ആയിട്ടുള്ള സിറിഞ്ച്, നീഡിൽസ് അല്ലെങ്കിൽ കാത്തീറ്റേഴ്സ് അതൊക്കെ നമ്മൾ ഒരാളിൽ ഉപയോഗിച്ചിട്ട് വീണ്ടും വേറൊരാളിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ ഈ ഒരു ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ഈ ഡിസ്പോസബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ വൺ ടൈം യൂസ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഡിസ്പോസ് ചെയ്ത് കളയില്ലേ? ശരിയായ ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ, വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ അല്ലേ? ആണോ? ആണല്ലേ? അപ്പൊ എന്താണ് അണുബാധയുള്ള ഡിസ്പോസബിൾ ആയിട്ടുള്ള ഐറ്റംസ്, സാധനങ്ങള് പുനരുപയോഗം ചെയ്യുന്നതിലൂടെ അത് വീണ്ടും റീപാക്ക് ചെയ്ത് നമ്മൾ പുനരുപയോഗം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന മരണങ്ങളും അസുഖങ്ങളും കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? എന്താണ് നമ്മൾ ഉപയോഗിച്ച എന്താണ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ? സിറിഞ്ചുകളാകാം, കാത്തീറ്റേഴ്സ്, ട്യൂബുകളാകാം, IV കാനുലയാകാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഉപയോഗിച്ച ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് വീണ്ടും റീപാക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളും മരണനിരക്കും കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലോ ഇൻസിഡൻസ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെ? നമ്മൾ പറഞ്ഞു ആർക്കൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു? സ്റ്റാഫുകൾ അല്ലെ? വേസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക്, പബ്ലിക്കിന് അല്ലെ? എൻവയോൺമെന്റിന് അല്ലെ? ഫ്ലോറ ആൻഡ് ഫോണ അല്ലെ? അപ്പൊ എന്താണ് ലോ ഇൻസിഡൻസ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെ? എന്താണ് തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു വേസ്റ്റുകള് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പ്രവർത്തിക്കുന്ന ആ ഒരു സ്റ്റാഫുകളുടെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ശരിയായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാലോ? അവർക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യോ? PPE കിറ്റുകൾ ധരിക്കുക അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ധരിക്കുക, ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ വ്യത്യസ്ത കണ്ടെയ്നേഴ്സിലായിട്ട് സൂക്ഷിക്കുക അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യോ? ക്ലിയർ ആവുന്നില്ലേ? മിസ് പറയുന്നത് ഓക്കെ ആവുന്നില്ലേ? ശരണ്യ, മിസ് പറയുന്നത് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾക്ക് ഈ ഒരു വേസ്റ്റ് നെറ്റ് പോകുന്നുണ്ട്. ഓക്കെ. മഴയുണ്ടോ എല്ലാവർക്കും? മഴ ഓക്കെ. അതിന്റെ ആയിരിക്കും കേട്ടോ ഇഷ്യൂസ് വരുന്നത്. ഒരുപാട് പേര് ലെഫ്റ്റ് ചെയ്ത് പിന്നെയും ജോയിൻ ചെയ്യാം. എനിക്ക് തോന്നി നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് ശരിയായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് മൂലം നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഓക്കെ, ഇംപ്രൂവ് image of the healthcare institution and increase the quality of life. ലൈഫ് ഒരുമിച്ചാണ് കേട്ടോ, താഴെയാണോ കിടക്കുന്നത്? ഓഫ് ലൈഫ് എന്നാണ് കേട്ടോ, ഒരുമിച്ചുള്ള ഒരു വേർഡ് ആണ്. എന്താണ് നമുക്ക്
നല്ല നീറ്റ്നെസ്സും നല്ല ചുറ്റുപാടുള്ള ഹോസ്പിറ്റലില് അതല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ചെയ്യാത്ത നല്ലൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർ ഇമേജ് കൂടോ പ്രതിച്ഛായ കൂടോ ആളുകൾക്കിടയില് അല്ലെ? നമ്മ പറയാറില്ലേ, നമ്മ ചില ഹോസ്പിറ്റലില് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പറയാറുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാല് ഉള്ള അസുഖത്തിനല്ലാണ്ട് വേറെ അസുഖത്തിനും കൂടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? ഇല്ലാത്ത അസുഖങ്ങളും കൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അതെന്താണ്? അവിടെ ശരിയായ രീതിയിലുള്ള വൃത്തിയില്ല അല്ലെ? വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല അല്ലേ? അല്ലേ ഷാഹിന? അതുകൊണ്ടല്ലേ നമ്മ അത് പറയുന്നത്, അങ്ങനെ പറയുന്നത്. അപ്പൊ എന്താണ്? ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്, ഡയഗ്നോസിസ് സെന്ററിന്, ഡയാലിസിസ് സെന്റേഴ്സിന്, ബ്ലഡ് ബാങ്കിനൊക്കെ അവരുടെ ഇമേജ് അല്ലെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഒരു ക്വാളിറ്റി ഉള്ള ലൈഫ് കൊടുക്കാനും സാധിക്കുന്നുണ്ടോ? പേഷ്യൻസിന് ഗുണനിലവാരമുള്ള ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യാനും സാധിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? മിസ് എടുത്തത് ഇത്രയും ഭാഗം ഓക്കെയാണോ? ഫൈനൽ ഡിസ്പോസൽ, ബെനിഫിറ്റ്സ് ഓഫ് മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഒരു മിനിറ്റ് മിസ്. ഞാൻ മിസ് എടുത്തു, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു കേട്ടോ. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ കഴിഞ്ഞിട്ടാണ് മിസ് കാറ്റഗറി ടേബിൾ പഠിപ്പിച്ചത്. നമുക്ക് പഠിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിസ് അങ്ങനെയാണ്. ആരും പോവില്ല കേട്ടോ, ലെഫ്റ്റ് ചെയ്യല്ലേ. നെക്സ്റ്റ് മിസ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് പറ്റുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ചും കൂടി അല്ലേ ഉള്ളൂ. എടുത്തോട്ടെ മിസ്? ബോറടിക്കുന്നുണ്ടോ? 4th പോയിന്റ് ഏതാണ്? പറഞ്ഞുതരാം കേട്ടോ. എന്താണ് 4th പോയിന്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഡ്യൂ ടു ദ റീയൂസ് ആൻഡ് റീപാക്കേജിംഗ് ഇൻഫെക്ഷൻസ് ഡിസ്പോസിബിൾസ്. എന്താണ്? നമുക്ക് അണുബാധയുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള, നമുക്കറിയാം നീഡില്, സിറിഞ്ച്, പിന്നെ എന്താണ് കത്തീറ്റേഴ്സ്, ട്യൂബുകളൊക്കെ നമുക്ക് ഒരാളിൽ ഉപയോഗിച്ച് കഴിഞ്ഞത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുമോ? വേറെ ഒരാളിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇല്ല അല്ലെ? പക്ഷെ എന്താണ് ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും? വീണ്ടും റീപാക്ക് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യും. അപ്പൊ ഇത് എന്തുണ്ടാക്കാണ്? മരണങ്ങളും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കോ? ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അവർ വീണ്ടും റീപാക്കേജ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യും. അപ്പൊ അതെന്താ ഉണ്ടാക്കുന്നത്? അസുഖങ്ങൾ ഉണ്ടാക്കും അല്ലെ? മറ്റ് പേഷ്യൻസിന് അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ സംഭവിക്കാം അല്ലേ? ആണ്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ? ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ എന്താണ്? അണുബാധയുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള എന്താണ് ഐറ്റംസ് സാധനങ്ങള് നമ്മ വീണ്ടും റീപാക്ക് ചെയ്ത് രണ്ടാമത് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന മരണങ്ങളും അസുഖങ്ങളും ഡിസീസുകളും കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ അവര് വീണ്ടും റീപാക്കേജ് ചെയ്ത് റീയൂസ് ചെയ്യോ? ഇല്ല അല്ലെ? അവര് അതപ്പം തന്നെ നശിപ്പിച്ചു കളയും, ഡിസ്പോസ് ചെയ്യും അല്ലെ? അപ്പൊ അതുമായി ഉണ്ടാകുന്ന മരണങ്ങളും അസുഖങ്ങളും നമുക്ക് കുറയ്ക്കാലോ. ഓക്കെ ആയോ എല്ലാവർക്കും? ഒരു 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്തോ കേട്ടോ. നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്തോ, വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നോ. എന്നിട്ട് മിസ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കേറണ്ട ക്ലാസ്സില് മിസ്സിന്റെ. ബോറടിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കയറിയാൽ മതി. ഒരു 5 മിനിറ്റ് ഉണ്ട്. 11:37 ആവുമ്പോഴേക്കിനും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ.
ഓക്കെ, ശരി എല്ലാവരും. മിസ് നേരത്തെ ഫിൽറ്റർ മാസ്ക് പറഞ്ഞില്ലേ, കാണുന്നുണ്ടോ? മിസ് എടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ അത്? ഇതാണ് ഫിൽറ്റർ മാസ്ക്. അപ്പൊ ഇൻസിനറേറ്റർ ചേംബറിലൊക്കെ വർക്ക് ചെയ്യുന്നവര് ഇങ്ങനെയുള്ള ഫിൽറ്ററൈസ് ചെയ്തിട്ടുള്ള മാസ്കുകൾ ധരിക്കാം. ഓക്കെ ആണോ? ഇത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇത് ഫിൽറ്റർ മാസ്ക് കണ്ടിട്ടുണ്ടോ? ഇത് പലതരത്തിലുള്ളതുണ്ട്. അപ്പൊ മിസ് ഇവിടെ കാണിച്ചേക്കുന്നത് വേറെ ആണ് അല്ലെ. ഇവിടെ കുറെ പിക്ചേഴ്സ് കാണുന്നതില് കൊറോണയുടെ ടൈമിൽ, അതാ മിസ് തന്നെ, കൊറോണയുടെ ടൈമിലൊക്കെ ഫേമസ് ആയി ഫേസ് ഷീൽഡ് അല്ലെ, മാസ്കുകളൊക്കെ കൊറോണയുടെ സമയത്താണ് നമുക്ക് കൂടുതൽ നമുക്കിടയിൽ ഫെമിലിയർ ആയത് അല്ലെ, ആളുകൾക്കിടയിൽ ഫെമിലിയർ ആയത് അല്ലെ. വെച്ചി പോയോ എല്ലാവരും? ബ്രേക്ക് തന്നപ്പോ അവര് പോയോ? കേറുന്നില്ലേ? ക്ലാസ് തുടങ്ങാം. കുറച്ചും കൂടി ഉള്ളു ആ ഒരു ഭാഗം, കുറച്ചും കൂടി എടുക്കാനുള്ള ആ ചാൻസ്. ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു, 18 പേരായല്ലോ. ഒരു ജോയിൻ ചെയ്യില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അഞ്ചോ മിസ് നേരത്തെ പറഞ്ഞില്ലേ ഫിൽറ്ററൈസ്ഡ് മാസ്ക് എന്ന് പറഞ്ഞില്ലേ, അതാണ് മിസ് പിക്ചർ എടുത്തിട്ടിരിക്കുന്നത് സ്ക്രീനിൽ, കണ്ടോ? ഓക്കെ, ഇത് കണ്ടിട്ടുണ്ടായോ? കണ്ടിട്ടുണ്ടോ? ആ വീട്ടിലുണ്ട്. ആ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാതെ. നെക്സ്റ്റ് പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി ഇമേജ് കേട്ടോ. ഇമേജ് സ്റ്റാൻഡ്സ് പോകുന്ന ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. എന്താണ് നോക്കിയേ, ഇമേജ് അസോസിയേറ്റ്സ് വിത്ത് ഓൾ മോഡേൺ ടെക്നിക്സ് എന്ന് വെച്ചാൽ, ഇമേജ് എന്ന് പറഞ്ഞാല് ഈ ഹോസ്പിറ്റലില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളില്ലേ, ബയോമെഡിക്കൽ വേസ്റ്റുകള്, അത് ഡിസ്പോസ് ചെയ്യുന്ന, അത് ട്രീറ്റ്മെന്റ് സംസ്കരിക്കുന്ന ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ആണ് ഇമേജ്. പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ ഗ്രൂപ്പില്? പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലുകളിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് സംസ്കരിക്കുന്ന ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ആണ് ഇമേജ്. അപ്പൊ നോക്കിയേ, ഇമേജ് associates with all modern medicine healthcare establishment in the both private and government, like a hospital based on their beds and clinics based on number of rooms and facilities. നമ്മുടെ ഇമേജ് പ്ലാന്റില് സഹകാരികൾ, നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നത് അറിയില്ലേ, അതേപോലെ ഇമേജ് പ്ലാന്റിലെ സഹകാരികളാണ്. ആരൊക്കെയാണ് സഹകാരികള്? നമ്മുടെ മോഡേൺ മെഡിസിൻ ഹെൽത്ത് കെയേഴ്സ് അല്ലെ, നമ്മുടെ ആധുനിക മെഡിസിൻ ഹെൽത്ത് കെയേഴ്സുകള് എന്താണ്? അത് ബോത്ത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, എന്താണ്? ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഡയാലിസിസ് സെന്റേഴ്സും ഡയഗ്നോസിസ് സെന്റേഴ്സും നമ്മുടെ ലബോറട്ടറി, അങ്ങനെയുള്ള എല്ലാ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റും നമ്മുടെ ഇമേജ് പ്ലാന്റില്
സഹകാരികള് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് അംഗത്വം എടുക്കുന്നത്? ഹോസ്പിറ്റൽ based on their bed strength, clinic based on number of rooms and facilities. അപ്പൊ ഈ ഹോസ്പിറ്റലില് എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിനിക് ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് റൂംസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. ലാബ്സ് ബേസ്ഡ് ഓൺ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. ഒരു ലാബ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ രീതിയിലുള്ള രോഗനിർണയ സൗകര്യങ്ങളുണ്ട്. ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമേജ് പ്ലാന്റിൽ ഇവര് സഹകാരികളാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പർ ഓഫ് റൂംസിന്റെ അടിസ്ഥാനത്തില്, അല്ലെങ്കിൽ എന്താണ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തില്, അപ്പൊ അല്ലെങ്കിൽ ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ നമ്പർ ഓഫ് ചെയേഴ്സിന്റെ അടിസ്ഥാനത്തില് സഹകാരികളാകുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും. അല്ലെ, ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഒരേ അളവിലായിരിക്കോ, ഒരേ ക്വാണ്ടിറ്റിയിലായിരിക്കോ? അല്ലെങ്കിൽ ഒരു 50 റൂമും അല്ലെങ്കിൽ ഒരു 100 റൂമും ഒക്കെ ഉള്ള ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഒരേപോലെ ആയിരിക്കോ? അല്ല അല്ലെ, വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അവിടുത്തെ ഫെസിലിറ്റീസ്, റൂംസ് ഒക്കെ കൂടുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? വേസ്റ്റുകളും കൂടും അല്ലെ. അപ്പൊ ആ ഒരു ഇതിന്റെ ഫെസിലിറ്റീസ് അപ്പൊ എന്താണ് ഈ ക്ലിനിക്സുകള് അവിടെ എത്ര റൂംസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്. ലാബ്സ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ രോഗനിർണയ സൗകര്യങ്ങളുണ്ട്. ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് ചെയേഴ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഇമേജ് പ്ലാന്റില് നമ്മുടെ ഈ ഒരു എന്താണ് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റുകൾ അംഗത്വം എടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? കുറച്ചും കൂടെ പറയുമ്പോ എന്താണ് നമ്മുടെ ഇമേജ് പ്ലാന്റില് മോഡേൺ ആയിട്ടുള്ള അല്ലെ അത്യാധുനിക രീതിയിലുള്ള എല്ലാ എന്താണ് ഗവൺമെന്റ് എന്നില്ല, പ്രൈവറ്റ് എന്നില്ല, എല്ലാ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റുകളും എന്തുണ്ട് അതില് അംഗത്വം എടുക്കുന്നുണ്ട് അല്ലെ, സഹകാരികളാണ്. അപ്പൊ ഇവിടെ ഇവര് സഹകാരികളാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്, ക്ലിനിക് ആണെങ്കിൽ അവിടെ എത്ര റൂംസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ലാബ്സ് ആണെങ്കിൽ എന്തൊക്കെ രോഗനിർണയ സൗകര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്, ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് ചെയേഴ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് പറയുന്നത് nominal non-returnable fees is being charged at the time of affiliation. അഫിലിയേഷന്റെ സമയത്ത് അവർ തിരിച്ചു നൽകാത്ത ഒരു നോമിനൽ ആയിട്ടുള്ള അല്ലെ തുച്ഛമായിട്ടുള്ള നാമമാത്രമായിട്ടുള്ള ഒരു അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഫീസ് ഈടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ, അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ ഏതൊരു സ്ഥാപനമാണെങ്കിലും നമ്മൾ അതിൽ അംഗത്വം എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കാറില്ലേ? രജിസ്ട്രേഷൻ ഫീസ് പോലെ, അഫിലിയേഷൻ ഫീസ് പോലെ. അതേപോലെ എന്താണ് ഈ ഒരു ഇമേജില് ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റ് അഫിലിയേഷൻ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് വളരെ തുച്ഛമായ രീതിയിൽ, തുച്ഛമായ അളവില് ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the operating expense being met by charging a nominal monthly fees as operational cost declared for the category HCI, അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ആ ഒരു എന്താണ് അഡ്മിഷൻ ഫീ, അതായത് രജിസ്ട്രേഷൻ അഫിലിയേഷൻ ഫീ ഉണ്ട്. കൂടാതെ ഇവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഓരോ മാസം അവരെന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണ്ടേ? ഓരോ തവണ കൊണ്ട് ചെന്നിട്ട് അല്ലെ
അപ്പൊ അവരിൽ നിന്ന് എന്താണ് അവരുടെ ആ ഒരു വേസ്റ്റ് ഓരോ ഹോസ്പിറ്റലിൽ നിന്നും ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മന്ത്ലി ഫീസ് ഈടാക്കുന്നുണ്ട് ഇമേജ് പ്ലാന്റ്. ഈ മന്ത്ലി ഫീസ് അവർ ഈടാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, നമ്പർ ഓഫ് ബെഡ്സ്, ഫെസിലിറ്റീസ് അല്ലെ, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സ് അല്ലെ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെ പല കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരിൽ നിന്ന് ആ ഒരു മാലിന്യങ്ങള് ബയോമെഡിക്കൽ വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മന്ത്ലി ഫീസ് ഈടാക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇവർ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാകാം അല്ലെ. അവിടെ എന്തോരം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും അല്ലേ അല്ലേ ഇല്ലേ ആണോ? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരിൽ നിന്ന് ഒരു അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നുണ്ട്. ആ ഒരു അഫിലിയേഷന്റെ സമയത്ത് തന്നെ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെ, ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റിനെ അവർ കാറ്റഗറൈസ് ചെയ്യും. അവിടുത്തെ നമ്പർ ഓഫ് റൂംസിന്റെ അടിസ്ഥാനത്തില്, അവിടുത്തെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തില്, അവിടുത്തെ എന്താണ് നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സിന്റെ അടിസ്ഥാനത്തില്, റൂംസിന്റെ ഒക്കെ അടിസ്ഥാനത്തില്. എന്നിട്ട് ഇവരിൽ നിന്ന് ഇവര് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈ കാറ്റഗറിയുടെ അടിസ്ഥാനത്തില് മന്ത്ലി ഫീസ് കൂടി വാങ്ങുന്നുണ്ട്. ഓക്കെ ആണോ? അതായത് അവിടുത്തെ പ്രവർത്തന ചിലവ് പോലെ അല്ലെ, ആ ഒരു വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള പ്രവർത്തന ചിലവായിട്ട് മാസം ഇവരെ കയ്യിൽ നിന്ന് ഒരു ഓപ്പറേഷണൽ കോസ്റ്റും ഈടാക്കുന്നുണ്ട്. അത് അവരെ ഏത് കാറ്റഗറിയിലാണോ ആ ഒരു ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റ് ഉൾപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. ഇമേജ് സ്റ്റാർട്ട്, അതാണ് മിസ് ചോദിച്ചത്. പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോന്ന് അറിയോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇമേജ് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇമേജ് എവിടെയാണ് തുടങ്ങിയത്? ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട് ആൻഡ് ഇറ്റ് വാസ് കമ്മീഷൻഡ് ഓൺ 14 December 2003. ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഇത് കമ്മീഷൻ ചെയ്തത് ഡിസംബർ 14, 2003. ഇത് 14 ഡിസംബർ 14 കമ്മീഷൻ ചെയ്തു എങ്കിലും ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി 2004. The image plan has been working successfully from January 2004 and has been provided a commendable service to the state since its formation. Image thereby guarantees scientific removal of infection waste generated from health care institution across Kerala within 48 hours. 2004 ഡിസംബർ 14, 2003 എന്ത് ചെയ്തു? കമ്മീഷൻ ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി 2004. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സർവീസ്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഫോർമേഷൻ കഴിഞ്ഞിട്ട് the image plan has been working successfully for January 2004 and has been providing commendable service to the states since its formation. ഇതിന്റെ രൂപീകരണത്തിന് ശേഷം, അതായത് ഇമേജ് പ്ലാന്റില് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മുടെ എന്താണ് സ്റ്റേറ്റിന് അല്ലെ, സംസ്ഥാനത്തിന് ഇതെന്താണ് പ്രശംസനീയമായിട്ടുള്ള ഒരു സേവനം നൽകുകയും ചെയ്തു. പ്രശസ്തമായിട്ടുള്ള അല്ലെ, കമറ്റബിൾ ആയിട്ടുള്ള, നമുക്ക് പറഞ്ഞറിയിക്കത്തക്ക രീതിയിലുള്ള സേവനം ഇത് നൽകുകയും ചെയ്തു. ഓക്കെ ആണോ? ഫോർമേഷൻ വരെ ട്ടോ. ഇമേജ് പ്ലാന്റ്
വർക്കിംഗ് ആരംഭിച്ച് 2004 ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തിന് പറഞ്ഞറിയിക്കത്ത രീതിയിൽ പ്രശംസനീയമായിട്ടുള്ള രീതിയിൽ സേവനം നൽകുകയും ചെയ്തു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇമേജ് thereby guarantee scientific removal of infection waste generated from healthcare institution across Kerala within 48 hours in line with the provision laid down in the Biomedical Waste Management Rule 2016 released by the Ministry of Environment and Forest, Government of India. അതായത് നമ്മുടെ ഈ ഇമേജ് പ്ലാന്റ് എങ്ങനെയാണ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ ഇമേജ് പ്ലാന്റില് ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും വേസ്റ്റുകൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് അത് ലഭിച്ച് ആ വേസ്റ്റുകൾ അവർക്ക് ലഭിച്ച് 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യാണ് നമ്മുടെ അന്തരീക്ഷത്തിന് അല്ലെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു മലിനീകരണങ്ങളും സൃഷ്ടിക്കാത്ത രീതിയിൽ നമ്മുടെ എന്താണ് 2016 പുറത്തിറക്കിയിട്ടുള്ള മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് നിയമപ്രകാരം അവർ ഈ വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം. ഇമേജ് പ്ലാന്റില് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് വേസ്റ്റുകൾ കൊണ്ടുകൊടുത്ത് ആ ഒരു വേസ്റ്റുകൾ അവർ റിസീവ് ചെയ്ത് 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള നിയമപ്രകാരം അവര് ആ വേസ്റ്റുകൾ നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ ആണോ? അതാണ് അവര് പ്രൊവിഷൻ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം മിസ്. ആദ്യം മുതൽ തുടങ്ങാം കേട്ടോ. ആദ്യം മുതൽ തുടങ്ങാം. എന്താണ് ഇമേജ് എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ആണ് ഇമേജ്. അത് ഓക്കെയാണോ? അത് ഓക്കെയാണോ എല്ലാവർക്കും? ഇമേജ് എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് പറയുന്നത് ഇമേജില് നമ്മുടെ എന്താണ് മോഡേൺ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ, ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങള്. അതില് പ്രൈവറ്റ് എന്നില്ല ഗവൺമെന്റ് എന്നില്ല അല്ലെ, എല്ലാ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റും നമ്മുടെ ഇമേജ് പ്ലാന്റില് സഹകാരികളാണ്. അതായത് അതില് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അത് ഓക്കെയാണോ? അതിലൊക്കെയാണോ? പറയേ. അത് ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര റൂംസ് ഉണ്ട് അല്ലെ, എത്ര ബെഡ്സ് ഉണ്ട്. നമ്മുടെ ലാബുകളാണെങ്കിൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ അവിടെ എത്ര ഡെന്റൽ ചെയേഴ്സ് ഉണ്ട്. ക്ലിനിക്കുകളാണെങ്കിൽ അവിടെ എത്ര റൂംസ് ഉണ്ട്, എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അംഗത്വം എടുക്കുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ആ ഒരു ഇമേജ് പ്ലാന്റില് അവര് അഫിലിയേഷൻസ് ചെയ്യുന്ന സമയത്ത്, അതായത് അംഗത്വം എടുക്കുന്ന രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് തുച്ഛമായിട്ടുള്ള നാമമാത്രമായിട്ടുള്ള ഒരു അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നുണ്ട്. അത്രയൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ് ആ ഒരു അതിനുശേഷം ഇപ്പൊ എന്താണ് ആ ഒരു അഫിലിയേഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നോ? ഇല്ല അല്ലെ, അവിടെ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. ഓരോ ഹോസ്പിറ്റലും ഓരോ ക്ലിനിക്കുകളും ഓരോ ഡെന്റൽ ഹോസ്പിറ്റലും എന്താണ് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഓരോ ദിവസവും. ആണോ? അല്ലേ? ആണ്. അപ്പൊ ഈ വേസ്റ്റുകൾ ഇവര് നിർമ്മാർജ്ജനം ചെയ്യണ്ടേ? ഇമേജില് അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഇവര് നിർമ്മാർജ്ജനം ചെയ്യണ്ടേ കൊടുക്കുമ്പോഴ്? ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരിൽ നിന്ന് എന്ത് ഈടാക്കുന്നുണ്ട്? മന്ത്ലി ഫീസ് കൂടി ഓരോ മാസവും ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ആ ഒരു ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
മന്ത്ലി ഫീസ് കൂടി ഇവരിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അത് അവർ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്ലി ഫീസ് അവരിൽ നിന്ന് വാങ്ങുന്നത്. അത് ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഇത് കമ്മീഷൻ ചെയ്തത് 14 ഡിസംബർ 2003 പക്ഷെ ഇത് 14 ഡിസംബർ 14 കമ്മീഷൻ ചെയ്തു എങ്കിലും ഇത് പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി 2004 ഇത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തിന് സ്തുത്യർഹമായിട്ടുള്ള ഒരു സേവനം നൽകുക കൂടി ചെയ്തു. അത്ര ഓക്കെയാണോ? ഇതിന്റെ രൂപീകരണത്തിന് ശേഷം ഒക്കെയാണ് എല്ലാവർക്കും. നെക്സ്റ്റ് പറയുന്നത് ഇമേജ് പ്ലാന്റില് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് വേസ്റ്റുകൾ കൊണ്ട് കൊടുത്ത് അവരത് റിസീവ് ചെയ്തതിന് ശേഷം 48 മണിക്കൂർ അവർ എപ്പോഴാണോ റിസീവ് ചെയ്തത് അത് 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ അവരെന്താ ചെയ്യാണ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമപ്രകാരം എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിന് ഒരു മലിനീകരണങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ അവര് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഈ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെയാണോ? ഓക്കെ ആയോ? ആ പാരഗ്രാഫ് എല്ലാവർക്കും ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? അത് ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നമ്മ പറഞ്ഞു അല്ലെ, അതിൽ ഗവൺമെന്റ് ഇല്ല, പ്രൈവറ്റ് ഇല്ല അല്ലെ, എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും എല്ലാ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റും അതിലെ സഹകാരികളാകുന്നു എന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഓൾ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കേരള ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള ആർ ബെനിഫിഷ്യറീസ് ഓഫ് ദ സ്പെഷ്യൽ സ്കീം ഓഫ് ഇമേജ് by which they are spared from paying affiliation fees are made eligible for the service from image at a subsidized rate. എന്താണ് നമ്മുടെ ഓൾ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള, നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കേരള, അതായത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ്, നമ്മുടെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഹെൽത്ത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരളയ്ക്കും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ മെഡിക്കൽ കോളേജുകളൊക്കെ ഇല്ലേ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും ഇല്ലേ, നമ്മുടെ എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, അങ്ങനെയുള്ള എന്താണ് ഗവൺമെന്റ് ഹെൽത്ത് കെയർ സെന്റേഴ്സിനെ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവരെന്ത് ചെയ്യുന്നു എന്ന് ഈ ഒരു ഇമേജ് പ്ലാന്റിലെ സ്പെഷ്യൽ ബെനിഫിറ്റ് പ്രത്യേക ഗുണഭോക്താക്കളാണ്. എന്ന് വെച്ചാല് നമ്മ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, ഇവരിൽ നിന്ന് അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ, അവരിലെ സഹകാരികളാകുമ്പോൾ അസോസിയേറ്റ്സ് ആക്കുമ്പോൾ അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഇല്ലേ, മറന്നോയോ? മറന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സിന്, കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, മെഡിക്കൽ കോളേജുകളിലൊക്കെ എന്താണ് ഈ ഒരു അഫിലിയേഷൻ ഫീസിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും അവരിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു മന്ത്ലി ഫീസിൽ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, സബ്സിഡി നൽകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആയോ? ഇപ്പൊ നമ്മ കുടുംബശ്രീയിലൊക്കെ അംഗമാണെങ്കിൽ നമുക്ക് ചില സ്കീമുകളൊക്കെ കിട്ടുമ്പോ നമുക്ക് സബ്സിഡി ഒക്കെ കിട്ടില്ലേ ഇല്ലേ? സബ്സിഡി ഒക്കെ കിട്ടുന്നത് അറിയാറുണ്ടോ? അപ്പൊ നമ്മ എന്താണ് ആ ഫുൾ എമൗണ്ട് അടക്കണ്ട, നമുക്ക് മാസം അത് കുറച്ചടച്ചാൽ മതി അല്ലേ, മറ്റുള്ളവർ അടക്കുന്ന അത്രയും നമുക്ക് അടക്കണ്ട. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള, അതായത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, പിന്നെ മെഡിക്കൽ കോളേജുകൾക്കൊക്കെ എന്താണ് നമ്മുടെ ഇമേജ് പ്ലാന്റിലെ സ്പെഷ്യൽ ഗുണഭോക്താക്കളാണ് അല്ലെ. ഇവരെ എന്താണ് അഫിലിയേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും ഇവർക്ക് ആ ഒരു മന്ത്ലി ഫീസിൽ ഇവർക്ക് സബ്സിഡിയിലെ ഇളവും
നൽകുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഓൺ ആവറേജ്, ഇന്നത്തെ കണക്കൊന്ന് നോക്കിക്കോട്ടാ. നോക്കിയേ, ഓൺ ആൻ ആവറേജ് about 55.8 tons of biomedical waste arrives at the image plant daily. നോക്കിയേ, ഇമേജ് പ്ലാന്റില് ഒരു ദിവസം ഡെയിലി എത്ര വേസ്റ്റ് ആണ് വരുന്നതെന്ന് അറൈവ് ചെയ്തതെന്ന് നോക്കിയേ, 55.8 ടൺ വേസ്റ്റ് ആണ് ഒരു ദിവസം. ആവറേജ് ആണ് കേട്ടോ, ഏകദേശം 55.8 ടൺ ബയോമെഡിക്കൽ വേസ്റ്റ് ഇമേജ് പ്ലാന്റിൽ വരുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ്? ഓഫ് വിച്ച് 30.5 ടൺസ് ആർ ഇൻസിനറബിൾ വേസ്റ്റ്. അതിലെ 30.5 ടൺ വേസ്റ്റുകളും ഇൻസിനറബിൾ വേസ്റ്റ് ആണ്, അല്ലെ, കത്തിച്ചിട്ടുള്ള വേസ്റ്റുകളാണ്. ദാറ്റ് കളക്ടഡ് ഇൻ യെല്ലോ ബാഗ്സ്. എന്താണ് ഇത്? യെല്ലോ ബാഗ്സിലാണ് കളക്ട് ചെയ്യുന്നത്. 19 ടൺ വേസ്റ്റുകൾ എങ്ങനെയാണ്? ഓട്ടോക്ലേവബിൾ വേസ്റ്റുകളാണ്, അല്ലെ, നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യേണ്ട വേസ്റ്റുകളാണ്. ദാറ്റ് കളക്ടഡ് ഇൻ റെഡ് ബാഗ്. ഇത് അവര് റെഡ് കളർ ബാഗിലാണ് കളക്ട് ചെയ്യുന്നത്. 5 tons ആർ ബോട്ടിൽസ്. 5 ടൺ ബോട്ടിൽസ് ആണ്. 0.7 tons is shards and metal. 0.7 ടൺ വേസ്റ്റുകളും എന്താണ്? ഷാർപ്പായിട്ടുള്ളതോ അല്ലെങ്കിൽ മെറ്റൽസോ ആയിരിക്കും. 0.6 tons is discarded medicines. നിരോധിച്ച, അല്ലെ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളൊക്കെയാണ് 0.6 tons വേസ്റ്റുകളും വരുന്നത്. അതൊന്ന് അളവ്, ആ ഒരു ഫസ്റ്റത്തെ മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇമേജ് പ്ലാന്റില് ഡെയിലി എത്ര ടൺ വേസ്റ്റ് ആണ് വരുന്നത് എന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ ആയിട്ട് അതൊരു കണക്ക് പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. 55.8 ടൺ വേസ്റ്റുകൾ ഒരു ദിവസം ഇമേജ് പ്ലാന്റിൽ ഡിസ്പോസ് ചെയ്യാനായി വരുന്നുണ്ട്. അതിൽ 30.5% ഇൻസിനറബിൾ വേസ്റ്റ് ആണ്. 19 ടൺ ഓട്ടോക്ലേവബിൾ വേസ്റ്റ് ആണ്. 5 ടൺ ബോട്ടിലാണ്. 0.7 tons എന്താണ്? വേസ്റ്റ്, ഷാർപ്പ് ആയിട്ടുള്ളതും മെറ്റലുമാണ്. 0.6 tons ഡിസ്കാർഡഡ് മെഡിസിൻ ആണ്. നെക്സ്റ്റ് പറയുന്നത്, this waste is gathered from all 13,000 plus healthcare centers across the state of Kerala within 24 hours of its generation. ഇത് എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്? നമ്മുടെ കേരള സംസ്ഥാനത്തിലെ 13,000-ൽ കൂടുതൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ ഒരു ദിവസമാണ് കേട്ടോ, വിത്തിൻ 24 hours ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ് 55.8 ടൺ വേസ്റ്റ്. ഓക്കെ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു വേസ്റ്റുകള്, ഇത്രയും ടൺ വേസ്റ്റുകള് ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്തില്ലെങ്കിൽ അത് എത്രത്തോളം റിസ്ക് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കേരള സംസ്ഥാനത്തിന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മ ഈ വേസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ ആലോചിച്ചോ? ഇത്രയും ടൺ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും ആലോചിച്ചോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയൊക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സിംബൽസ് യൂസ്ഡ്. നമ്മ ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ലബോറട്ടറിയിലെ കുറച്ച് സിംബൽസ് പഠിച്ചല്ലോ മക്കളെ. നിങ്ങൾ ലബോറട്ടറിയിലെ കുറച്ച് സിംബൽസ് പഠിച്ചില്ലേ? അതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ പഠിക്കുന്നത്. ഈ ഒരു സിംബൽ ബയോ ഹസാർഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ, സൈറ്റോടോക്സിക് വേസ്റ്റുകളെയാണ് ഈ ഒരു സിംബൽ സൂചിപ്പിക്കുന്നത്. വാർണിംഗ് ആണ്, അല്ലെ, ഇൻഫെക്ഷസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി. ഇൻഫെക്ഷസ് വേസ്റ്റ് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, അല്ലെ. ഇത് കീമോതെറാപ്പി, നമ്മൾ ഈ ബയോസാഡിന്റെ കൂടെ ഈ ഒരു സിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്? ക്വസ്റ്റ്യൻ. കീമോതെറാപ്പി, റേഡിയേഷനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. ഇത് നാലൊന്ന് നോക്കി വെക്കാം കേട്ടോ, സിംബലൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും എന്താണ് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഉറപ്പ് വരുത്തേണ്ടത്. നോക്കിയേ, എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് വെൽ ഡിഫൈൻഡ് അവയർനെസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം
for all the category of personnel concerning BMW അല്ലെ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും all category അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സിന് നഴ്സുമാർക്ക് മാത്രം നമ്മ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവയർനെസ്സും ട്രെയിനിങ്ങും കൊടുത്താൽ മതിയോ? എല്ലാവർക്കും കൊടുക്കണം അല്ലെ. ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, ലാബുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സ്കാനിങ് സെന്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, ക്ലീനിങ് സ്റ്റാഫുകൾക്ക് അല്ലെ, എല്ലാവർക്കും കൊടുക്കണ്ടേ? അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ബയോമെഡിക്കൽ വേസ്റ്റ് വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ്സും പരിശീലനങ്ങളും നൽകുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് training has to be given in suitable language in a manner that is acceptable. എന്താണ്, നമുക്കൊരു ക്ലാസ് തരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് തരാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തരണം അല്ലെ. ഇപ്പൊ മിസ് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, മിസ് ഹിന്ദിയിൽ ക്ലാസ് എടുത്താൽ മതിയോ? നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെ, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ വേണം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ, ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ. പിന്നെ കൂടാതെ എന്താണ്, ഈച്ച് ഹോസ്പിറ്റൽ ഷുഡ് സെറ്റ് അപ്പ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി. എല്ലാ ഹോസ്പിറ്റലിലും എന്താണ്, ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം, രൂപീകരിക്കണം അല്ലെ. നമ്മ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചു അല്ലെ, ആണോ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചു അല്ലെ. അതേപോലെ എന്താണ്, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ദിസ് കമ്മിറ്റി ഷുഡ് ബി ലയബിൾ ഫോർ മേക്കിംഗ് എ ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ ഫോർ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് സൂപ്പർവിഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. എന്താണ്, ഹോസ്പിറ്റലിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അല്ലെ, ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുക, പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഈ ഒരു പദ്ധതികളുമായി ബന്ധപ്പെട്ട് എന്താണ്, സൂപ്പർവിഷൻ നടത്തണം അല്ലെ. എന്തെങ്കിലും നമ്മൾ പ്ലാന് രൂപീകരിച്ചാൽ മാത്രം മതിയോ മക്കളെ? അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നമ്മൾ സൂപ്പർവിഷൻ ചെയ്യണം അല്ലെ. വേണ്ടേ? പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുക, അത് മോണിറ്റർ ചെയ്യുക അല്ലെ, അത് നിരീക്ഷിക്കുക. പിന്നെന്താണ്, അത് നിർവഹിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഓക്കെയാണോ? ഹോസ്പിറ്റലില് എന്താണ്, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആസൂത്രണം അല്ലെ, പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അതവിടെ നടപ്പിലാക്കുകയും അത് മേൽനോട്ടം വഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് the yearly reports accidents needed as required under BMW rules should be submitted to the concerned authorities as in keeping biomedical waste rules format. എന്താണ്, BMW നിയമപ്രകാരം അവരെന്ത് ചെയ്യണം, ആ ഒരു വാർഷിക റിപ്പോർട്ട്, നമുക്ക് എന്താണെങ്കിലും ഒരു വാർഷിക റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അല്ലെ. കേട്ടിട്ടില്ലേ വാർഷിക റിപ്പോർട്ട്? അതുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇയർലി റിപ്പോർട്ട് അല്ലെ. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർഷിക റിപ്പോർട്ട് എന്താണ്, തയ്യാറാക്കുകയും അതിലെന്താണ്, എന്തെങ്കിലും വേസ്റ്റുമായി അപകടങ്ങൾ അല്ലെ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റുകള്, സംഭവങ്ങള്, അപകടങ്ങള് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ബയോമെഡിക്കൽ വേസ്റ്റ് നിയമങ്ങളുടെ ഫോർമാറ്റ് പ്രകാരം എന്താണ്, അധികാരപ്പെട്ട ആൾക്ക് അല്ലെ, ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, കൺസേൺഡ് അതോറിറ്റി അല്ലെ, ബന്ധപ്പെട്ട ആളുകൾക്ക് സമർപ്പിക്കുകയും ചെയ്യുക.
ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടങ്ങൾ അല്ലെ എന്തെങ്കിലും ഇൻസിഡൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷൻസ് ഒക്കെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ഫോർമാറ്റ് പ്രകാരം അത് അവർ തയ്യാറാക്കുകയും ബന്ധപ്പെട്ട അതോറിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? മസ്റ്റ് നമ്മുടെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? നെക്സ്റ്റ് കൂടി എടുക്കട്ടെ മിസ്? അതൊരു 4 പോയിന്റ് ഉള്ളൂ, എടുത്തോട്ടെ മിസ്? കുഴപ്പമുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് മെഷർ ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ അല്ലെ. നമുക്ക് ആ ഒരു വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് കേട്ടോ. അതിൽ നോക്കിയേ, ആസ് ഫാർ ആസ് പോസിബിൾ അല്ലെ, നമുക്ക് കഴിയുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ഓഫ് റീയൂസബിൾ ഐറ്റംസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഷുഡ് ബി പ്രൊമോട്ടഡ് അല്ലെ. ഗ്ലാസ് കൊണ്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെ, നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ എന്താണ് മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതോ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അല്ലെ, പ്രൊമോട്ട് ചെയ്യുക. എന്താണ് നമുക്ക് ഗ്ലാസ് കൊണ്ട് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്താണ് മെയ്ഡ് ഓഫ് ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ നിർമ്മിച്ചതായിട്ടുള്ള നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഐറ്റംസ് വാങ്ങുന്നതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് പറയുന്നത് ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലെ. PVC അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ് തിരഞ്ഞെടുക്കുക. PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞാല് നമ്മുടെ എൻവിയോൺമെന്റിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന, ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് PVC. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ PVC അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പറയുന്നത് അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഫോർ ജെന്യുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് അല്ലെ. ഉൽപാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ യഥാർത്ഥ മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക എന്ന് വെച്ചാല് നമുക്കറിയാം, നമ്മ ഇപ്പൊ കാറ്റഗറൈസ് ചെയ്ത് കുറെ 10 കാറ്റഗറൈസ് വേസ്റ്റുകൾ പഠിച്ചു അല്ലെ. ഉണ്ടോ? 10 കാറ്റഗറിയിൽ പെടുന്ന വേസ്റ്റുകൾ പഠിച്ചോ? അപ്പൊ ഈ എല്ലാ കാറ്റഗറിയിലും പെടുന്ന വേസ്റ്റുകൾ ഒരേപോലെയാണോ നമ്മ ഡിസ്പോസ് ചെയ്യുന്നത്? ആണോ? ഒരേ കളർ ബാഗിലാണോ സൂക്ഷിക്കുന്നത്? അല്ല അല്ലെ. അപ്പൊ എന്താണ്, ഉൽപാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകള് യഥാർത്ഥ ശരിയായ ഒരു മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക. ഓക്കെ ആണോ? ഓരോ വേസ്റ്റുകളും ഓരോ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും ശരിയായ രീതിയിൽ അവര് കൈകാര്യം ചെയ്യുക. അതിനു വേണ്ട നയങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കുക. നെക്സ്റ്റ് പറയുന്നത് establish effective and sound recycling policy for plastic recycling and contact with authorized manufacturers അല്ലെ. നമ്മ പറഞ്ഞു എന്താണ്, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അല്ലെ വാങ്ങാൻ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, പ്ലാസ്റ്റിക്കുകളൊക്കെ റീസൈക്കിൾ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുന്നതിന് ഫലപ്രദവും മികച്ചതുമായ പുനരുപയോഗ നയം രൂപീകരിക്കുക അല്ലെ. ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് അത് രണ്ടാമത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊക്കെ അത് ചെയ്യാൻ പറ്റുമോ? നമുക്കൊക്കെ അറിയോ അതെങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യേണ്ടത്? അതിനുവേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിനുവേണ്ട നയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അറിയോ? മനസ്സിലായില്ല? നമ്മ പറഞ്ഞു അല്ലെ, പ്ലാസ്റ്റിക് അതല്ലെങ്കിൽ എന്താണ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ നിർമ്മിതമായിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പ്ലാസ്റ്റിക് റീസൈക്കിൾ ഒക്കെ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം അവര്? അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടേ? നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്കിൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന മാനുഫാക്ചേഴ്സ് ആയിട്ട് ബന്ധപ്പെടണോ? ആളുകളുമായിട്ട് ബന്ധപ്പെടണം അല്ലെ.
അപ്പൊ എന്താണ് പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ചേർന്ന് എന്താണ് ഹോസ്പിറ്റലിന് ഫലപ്രദവും മികച്ചതുമായിട്ടുള്ള പുനരുപയോഗ നയം രൂപീകരിക്കുക. ഓക്കെയാണോ? പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട അല്ലെ ആ ഒരു പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവരുമായി പ്രവർത്തിച്ച് ഹോസ്പിറ്റലിന് വേണ്ട പുനരുപയോഗ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുക. ഓക്കെയാണോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാപ്റ്റർ തീർന്നു. അപ്പൊ മിസ് ഇന്ന് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അല്ലെ. മിസ് ഇന്ന് കുറെ നേരം എടുത്തതാണ്, 2 പീരീഡ് എടുത്തത് കാരണം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം കിട്ടുമോ? എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പൊ ഒന്ന് വായിക്കാം. എല്ലാം ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്യില്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.